PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്കും ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുകൊണ്ട്, ഒരു 10 ടിപ്പ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി. ഇനിയും അതുപോലുള്ള വീഡിയോസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള 10 ടിപ്സ് ആണ്. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്കും ചോദ്യം കാണുമ്പോൾ തന്നെ ഉത്തരം എഴുതാൻ പാകത്തിനുള്ള 10 ടിപ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ്, ഒരു നോട്ടും പെന്നും കയ്യിൽ വെച്ചേക്കുക. കഴിഞ്ഞ ദിവസം എഴുതി വെച്ചതിൻ്റെ താഴെ അടുത്ത ടിപ്പായിട്ട് എഴുതിക്കോളാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് നമുക്ക് നോക്കാം. ഈ ജസ്റ്റ് സെൻറ്റൻസ് ഞാൻ ഒന്ന് വായിക്കാം. വുഡ് റാദർ വരുമ്പോഴുള്ള ടിപ്പാണ് കേട്ടോ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വുഡ് റാദർ വെച്ച് ഞാൻ 3 സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്താണ് വ്യത്യാസം? നമ്മൾ ആദ്യം ആൻസർ പറയാം, അതിനുശേഷം ടിപ്പ് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യത്തെ സെൻറ്റൻസ് നോക്കുക. ഐ വുഡ് റാദർ ഡാഷ് ക്രിക്കറ്റ് ദാൻ ഫുട്ബോൾ. അടുത്തത് ഐ വുഡ് റാദർ യു ഡാഷ് ക്രിക്കറ്റ് ദാൻ ഫുട്ബോൾ. നെക്സ്റ്റ് ഐ വുഡ് റാദർ പ്ലേ ക്രിക്കറ്റ് ഡാഷ് ഫുട്ബോൾ. ഈ 3 എന്താണ് വ്യത്യാസം വരുന്നത്? അതാണ് നമ്മൾ ടിപ്പായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ആൻസർ ഞാൻ എഴുതാം. ഐ വുഡ് റാദർ പ്ലേ ക്രിക്കറ്റ് ദാൻ ഫുട്ബോൾ ആണ്. രണ്ടാമത്തെ കേസിൽ പ്ലേഡ് ആണ് വരിക. മൂന്നാമത്തെ കേസിൽ ഇവിടെ ദാൻ ആണ് വരുന്നത്. അപ്പോൾ എന്താണ് ടിപ്പ് എന്ന് പറഞ്ഞു തരട്ടെ. വുഡ് റാദർ വന്നിട്ട് അതിനുശേഷം ഡാഷ് വരികയാണെങ്കിൽ നമ്മൾ അവിടെ ചേർക്കേണ്ടത് V1 ഫോം ഓഫ് ദി വെർബാണ്. വുഡ് റാദറിന് ശേഷം ഡാഷ് വന്നാൽ, ഇവിടെ നോക്കൂ, ഐ വുഡ് റാദർ ഡാഷ്, വുഡ് റാദർ കഴിഞ്ഞതും ഡാഷ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ചേർക്കേണ്ടത് എന്താണ്? V1 ആണ് ചേർക്കേണ്ടത്. ഇനി അതേസമയം വുഡ് റാദറിന് ശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ നോക്കൂ, യു എന്ന് പറയുന്നത് എന്താ? ഒരു സബ്ജക്റ്റ് ആണ്. ഐ വുഡ് റാദർ യു കഴിഞ്ഞിട്ടാണ് ഡാഷ് അല്ലേ. അപ്പോൾ വുഡ് റാദർ കഴിഞ്ഞൊരു സബ്ജക്റ്റിന് ശേഷമാണ് ഡാഷ് എങ്കിൽ നമ്മൾ അവിടെ ചേർക്കേണ്ടത് V2 ആണ്. ഓക്കെ, ഇനി അടുത്ത ഡാഷ് എന്താണ്? വുഡ് റാദറിന് ശേഷം നെക്സ്റ്റ് ക്ലോസിൽ എന്തേ വരത്തുള്ളൂ? ദാൻ ആണ് വരത്തുള്ളൂ. വുഡ് റാദറിൻ്റെ കൂടെ എപ്പോഴും ദാനേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ദാൻ വന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 കേസ് പഠിച്ചു വെക്കുക. ഇതാണ് ടിപ്പ് നമ്പർ 1. വുഡ് റാദറിൻ്റെ പ്രയോഗമാണ്. അപ്പോൾ വുഡ് റാദറിന് ശേഷം ഡാഷ് വന്നു കഴിഞ്ഞാൽ V1 എന്ന് പറയുമ്പോൾ ബേസ് ഫോം, പ്ലേ, ഗോ. ഓക്കെ, അതാണ് എന്ത്? V1 എന്ന് പറയുന്നത്. അപ്പോൾ V1 ഫോമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഐ വുഡ് റാദർ യു എന്ന് പറയുമ്പോൾ അവിടെ വുഡ് റാദർ കഴിഞ്ഞ ഒരു സബ്ജക്റ്റ് വരുന്നുണ്ട്. അങ്ങനത്തെ കേസിൽ നമ്മൾ V2 ആണ് ഉപയോഗിക്കേണ്ടത്. അവിടെ പ്ലേഡ് എന്ന് നമ്മൾ എഴുതി. നെക്സ്റ്റ് ഐ വുഡ് റാദർ പ്ലേ ക്രിക്കറ്റ് ദാൻ, അടുത്ത ക്ലോസിൽ എന്ത് വരണം? ദാൻ. വുഡ് റാദറിന് ശേഷം എപ്പോഴും എന്ത് വരണം? ദാൻ വരണം. ഓക്കെ, അപ്പോൾ ഈ 3 കേസ് മനസ്സിലായല്ലോ. ഇതാണ് ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്. വുഡ് റാദർ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. യു ഹാഡ് ബെറ്റർ ഡാഷ് പെർമിഷൻ. യു ഹാഡ് ബെറ്റർ ഡാഷ് പെർമിഷൻ. ഇവിടുത്തെ ആൻസർ ആസ്ക് ആണ്, ഓപ്ഷൻ A ആണ്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ രണ്ടാമത്തെ ടിപ്പ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഹാഡ് ബെറ്റർ
ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും V1 ഫോം ഓഫ് ദി വെർബേ വരത്തുള്ളൂ. വുഡ് റാദറിന് ശേഷം ഡാഷ് വന്നാൽ V1 വരുമെന്ന് പറഞ്ഞ പോലെ ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും എന്തേ വരത്തുള്ളൂ? V1 ഫോം ഓഫ് ദി വെർബേ വരത്തുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ടിപ്പ് കിട്ടിയോ? അടുത്തത് മൂന്നാമത്തേത്, ഇഫ് മൈ ഫാദർ വേർ ദർ ഡാഷ്. ഇവിടെ ഇഫ് മൈ ഫാദർ വേർ ദർ ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഹി വുഡ് ഹെൽപ്പ് യു ആണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയോ? ടിപ്പ് നമ്പർ 3 നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഈഫ് കഴിഞ്ഞ് വേർ വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ നോക്കിക്കേ, ഈഫ് മൈ ഫാദർ വേർ അല്ലേ? അപ്പോൾ ഈഫ് കഴിഞ്ഞ് എന്ത് വന്നിട്ടുണ്ട്? വേർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈഫ് കഴിഞ്ഞ് വേർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് വുഡ് ഉപയോഗിച്ചിട്ടായിരിക്കണം. വുഡ് ഉപയോഗിച്ചിട്ടായിരിക്കണം. ഈഫ് കഴിഞ്ഞ് വേറെ വരുമ്പോൾ നമ്മുടെ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ത് ഉപയോഗിച്ചിട്ടായിരിക്കണം? വുഡ് ഉപയോഗിച്ചിട്ടായിരിക്കണം. അപ്പോൾ ഇവിടെ വുഡ് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാ? ഹി വുഡ് ഹെൽപ്പ് യു. ഇവിടെ വുഡ് കാണുന്നുണ്ട്, അത് പക്ഷേ നമ്മൾ ചെയ്യരുത്. എന്തുകൊണ്ടാണ്? അവിടെ വുഡിൻ്റെ കൂടെ ഒരു ഹാവ് വരുന്നുണ്ട്, അത് വരാൻ പാടില്ല. ഇവിടെ വില്ലാണ്, ഇവിടെ ഹാസ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. ഹി വുഡ് ഹെൽപ്പ് യു ആണ് വരിക. വുഡ് ഹാവ് ഒന്നും വരാൻ പാടില്ല കേട്ടോ. ഹി വുഡ് ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഈഫ് കഴിഞ്ഞിട്ട് വേറെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വുഡ് ഉപയോഗിച്ചിട്ട് വേണം കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് കിട്ടിയില്ലേ? ഇനി നാലാമത്തെ ടിപ്പ് നോക്കാം. ഓപ്പൺ ദി ഡോർ, കോൾ ദ വിറ്റ്നസ്, ക്ലോസ് ദ ഡോർ. ഇങ്ങനെയുള്ള സെൻറ്റൻസ്, അതായത് എന്താണ്? കമാൻഡ്, ഓർഡർ ഒക്കെയാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് ആണെങ്കിൽ അതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ, അടുത്ത ടിപ്പാണ് ആക്റ്റീവ് ടു പാസീവ്. നമുക്ക് ആക്റ്റീവ് വോയിസ് വന്നിട്ട് അതിന് പാസീവ് വോയിസിലോട്ട് മാറ്റാൻ പറയും. ഇത് ആക്റ്റീവ് വോയിസ് ആണ്, അതിന് പാസീവിലോട്ട് മാറ്റണം. അപ്പോൾ ഇങ്ങനെയുള്ള കമാൻഡ്, ഓക്കെ, കമാൻഡ് അല്ലെങ്കിൽ ഓർഡർ ഒക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം, ആക്റ്റീവിനെ പാസീവ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമുക്കൊരു ടിപ്പുണ്ട്. നാലാമത്തെ ടിപ്പ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. എന്താണ്? ലെറ്റ് എഴുതണം പ്ലസ് ഒബ്ജക്റ്റ് എഴുതണം. ലെറ്റ് എഴുതണം, പിന്നെന്ത് എഴുതണം? ഒബ്ജക്റ്റ് എഴുതണം. ദെൻ ഒബ്ജക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി എഴുതണം. അത് കഴിഞ്ഞ് V3 ഫോം ഓഫ് ദി വെർബ്. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 ഫോം ഓഫ് ദി വെർബാണ് എന്ത് വരുന്നത്? കമാൻഡ് അല്ലെങ്കിൽ ഓർഡറിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് വരുന്ന ഫോം. ഓക്കെ, ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കമാൻഡ് ഓർഡർ തന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് നമുക്ക് മാറ്റി നോക്കാം. ആദ്യം നമ്മൾ ഓപ്പൺ ദി ഡോർ നോക്കുകയാണ്. അപ്പോൾ ആദ്യം എന്ത് എഴുതണം? നമ്മൾ പാസീവിലോട്ട് മാറ്റുമ്പോൾ ലെറ്റ് എഴുതണം അല്ലേ? അപ്പം ലെറ്റ് എഴുതി, ലെറ്റ്. നെക്സ്റ്റ് ഒബ്ജക്റ്റ് എഴുതണം. ഇവിടെ ഏതാ ഒബ്ജക്റ്റ്? ദ ഡോർ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ് അല്ലേ? അപ്പോൾ ലെറ്റ് കഴിഞ്ഞിട്ട് ദ ഡോർ എന്ന് നമ്മൾ എഴുതി, ഒബ്ജക്റ്റ് എഴുതി. അടുത്തത് ബി എഴുതണം. അപ്പം ലെറ്റ് ദ ഡോർ ബി എഴുതി. നെക്സ്റ്റ് എന്താ? V3 എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്പൺ എന്ന് പറയുന്നതാണ് വെർബ്. അപ്പോൾ അതിൻ്റെ V3 ഫോം എന്താ? ഓപ്പൺ, ഓപ്പൺഡ്, ഓപ്പൺഡ് ആണ് അല്ലേ? അപ്പോൾ ഓപ്പൺഡ് എന്നുള്ളതാണ് V3 ഫോം. അപ്പോൾ നമ്മുടെ ആൻസറായി ലെറ്റ് ദ ഡോർ ബി ഓപ്പൺഡ്. ഇതാണ് പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതൊരു കമാൻഡ് അല്ലെങ്കിൽ ഒരു ഓർഡർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് എന്താണ്? പാസീവിലോട്ട് മാറ്റുമ്പോൾ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ലെറ്റ്, ഒബ്ജക്റ്റ് എന്താ? ദ ഡോർ, ദെൻ ബി എഴുതി, ഓപ്പൺ എന്നുള്ളതിൻ്റെ V3 ഓപ്പൺഡ് എന്ന് എഴുതി. ഓക്കെ, രണ്ടാമത്തേത് നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക കേട്ടോ. അടുത്തത് കോൾ ദ വിറ്റ്നസ് ആണ്. കോൾ ദ വിറ്റ്നസ് എങ്ങനെ നമുക്ക് എഴുതാം? ആദ്യം നമ്മൾ ലെറ്റ് എഴുതണം, ലെറ്റ് എഴുതി. പിന്നെ ഒബ്ജക്റ്റ് എഴുതണം. ഒബ്ജക്റ്റ് എന്താണ്? ദ വിറ്റ്നസ് ആണ് അല്ലേ? അപ്പോൾ ദ വിറ്റ്നസ് എന്നെഴുതി. പിന്നെ എന്തെഴുതണം? ഒബ്ജക്റ്റ് കഴിഞ്ഞാൽ ബി എഴുതണം. അപ്പോൾ ബി എഴുതി. പിന്നെന്താ? V3. കോൾ എന്ന് പറയുന്നതിൻ്റെ V3 എന്താ? കോൾഡ് ആണ് അല്ലേ? അപ്പോൾ ലെറ്റ് ദ വിറ്റ്നസ് ബി കോൾഡ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, മൂന്നാമത്തേത് ക്ലോസ് ദ ഡോർ. ക്ലോസ് ദ ഡോർ അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? ആദ്യം ലെറ്റ് എഴുതി, പിന്നെ ഒബ്ജക്റ്റ് ദ ഡോർ ആണ് അല്ലേ? അപ്പോൾ ദ ഡോർ എന്നെഴുതി. അത് കഴിഞ്ഞ് ബി എഴുതണം. പിന്നെ ക്ലോസ് എന്ന് പറയുന്നതിൻ്റെ V3 എന്താ? ക്ലോസ്ഡ് അല്ലേ? അപ്പോൾ ലെറ്റ് ദ ഡോർ ബി ക്ലോസ്ഡ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു ഓർഡർ തന്നിട്ട് അതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റാൻ വേണ്ടി പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വയ്ക്കുക കേട്ടോ. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 ആണ് നമ്മുടെ പാസീവ് വോയിസിലോട്ട് മാറ്റാൻ. കമാൻഡ് അല്ലെങ്കിൽ ഓർഡർ ആണെങ്കിൽ മാത്രമാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ലെറ്റ് ദ ഡോർ ബി ക്ലോസ്ഡ്, ലെറ്റ് ദ വിറ്റ്നസ് ബി കോൾഡ്, ലെറ്റ് ദ ഡോർ ബി ഓപ്പൺഡ്. ഈസി ആയിട്ട് കിട്ടിയല്ലോ. അടുത്ത ടിപ്പ് നോക്കാം. മെനി മെൻ ഡാഷ് ഡൈഡ് ഓഫ് ന്യൂമോണിയ. മെനി മെൻ ഡാഷ് ഡൈഡ് ഓഫ് ന്യൂമോണിയ. ഇവിടെ ആൻസർ വരുന്നത് ഹാവ് ആണ്. എന്തുകൊണ്ടാണ് ഹാവ് വന്നതെന്നറിയോ? ഇവിടെ നമുക്ക് അടുത്ത ടിപ്പാണ് കേട്ടോ. ടിപ്പ് നമ്പർ 5 നമുക്ക് എന്താ പറയുന്നത്? ഇവിടെ മെനി വന്നിട്ടുണ്ട് അല്ലേ? മെനി. അപ്പം മെനി എന്ന് വന്നു കഴിഞ്ഞാൽ
മെനിയുടെ കൂടെ എപ്പോഴും പ്ലൂരൽ നൗണും, ഓർത്തേക്കണം, പ്ലൂരൽ നൗണും പ്ലൂരൽ വെർബും ആയിരിക്കും. PP ആയിരിക്കും. പ്ലൂരൽ നൗണും പ്ലൂരൽ വെർബും ആയിരിക്കും. രണ്ടും പ്ലൂരൽ ആയിരിക്കും. ഇനി മെനി എ എന്നാണെന്ന് വെച്ചോ, മെനി എ ആണ് ഉള്ളതെങ്കിൽ അപ്പം അവിടെ സിംഗുലാർ നൗണും സിംഗുലാർ വെർബും ആയിരിക്കും. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും S ആയിരിക്കും, സിംഗുലാർ ആയിരിക്കും. ഓക്കെ, അപ്പം നൗണും വെർബും മെനി ആവുമ്പോൾ വെർബും നൗണും പ്ലൂറൽ ആയിരിക്കും. മെനി എ എന്നുകൂടി ഉണ്ടെങ്കിൽ വെർബും നൗണും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഇത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്താ, മെനി മെന്നാണ്. മെൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ പ്ലൂറൽ ആണ് അല്ലേ, പ്ലൂറൽ നൗൺ ആണ് തന്നിരിക്കുന്നത്. മെനി എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്ലൂറൽ നൗൺ അല്ലേ, അപ്പോൾ എന്ത് വെർബ് വരണം? പ്ലൂറൽ വെർബ് തന്നെ വരണം. ഇവിടെ ഏതാ പ്ലൂറൽ? ഹാസ്, ഈസ്, വാസ്. നമ്മൾ പഠിച്ചു എസ്സിൽ അവസാനിക്കുന്നതെല്ലാം എന്താണ്? സിംഗുലർ ആണ്. സിംഗുലർ ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? എസ്സിൽ അവസാനിക്കും. അപ്പം അതിൽ ഹാവ് മാത്രമാണ് പ്ലൂറലുള്ളത്. സോ നമ്മുടെ ആൻസർ എന്ത് വന്നു? ഹാവ് വന്നു. ഇനി ഇത് തന്നെ മെനി മാൻ എന്നാണെങ്കിലോ, മെനി മാൻ എന്നാണെങ്കിൽ ഇവിടെ എന്ത് വന്നേനെ? ഹാസ് എന്ന് വന്നേനെ, സിംഗുലർ വന്നേനെ. ഓക്കെ, മെനി മാൻ ആണെങ്കിൽ, മെനി എ ആണെങ്കിൽ കേട്ടോ, മെനി എ എന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ മാൻ, മെനി എ മാൻ ഹാസ് എന്ന് വന്നേനെ. ഓക്കെ, എന്തുകൊണ്ടാണ്? മെനി എ ഉണ്ടല്ലേ. അപ്പം മെനി എ ആണെങ്കിൽ ഇവിടെ മാനും ഇവിടെ ഹാസും വന്നേനെ. മാൻ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഓക്കെ, അപ്പം മെനി എന്ന് മാത്രമാണെങ്കിൽ പ്ലൂരൽ നൗണും പ്ലൂരൽ വെർബും ആയിരിക്കും. മെനി എ ഉണ്ടെങ്കിൽ സിംഗുലർ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. അപ്പം സിംഗുലറും പ്ലൂരലും എങ്ങനെ തിരിച്ചറിയാം? സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്സിൽ അവസാനിക്കുന്നതാണ്. ഏതാ? ഈസ്, വാസ്, ഹാസ്, അതുപോലെ ഡസ്, ഗോസ്, അങ്ങനെ എസ്സിൽ അവസാനിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സിംഗുലർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് 6ാമത്തെ ടിപ്പ് നോക്കാം. വുഡ് യു മൈൻഡ് ഡാഷ് ദിസ് ലെറ്റർ? വുഡ് യു മൈൻഡ് ഡാഷ് ദിസ് ലെറ്റർ? അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, പോസ്റ്റിംഗ് എന്നാണ് വരുന്നത് കേട്ടോ. ആൻസർ പോസ്റ്റിംഗ്. അപ്പോൾ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡ് യു മൈൻഡ് എന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ വുഡ് യു മൈൻഡിന് ശേഷം എപ്പോഴും ജെറണ്ട് ചേർക്കണം. വുഡ് യു മൈൻഡിന് ശേഷം ഡാഷ് വന്നു കഴിഞ്ഞാൽ കേട്ടോ, വുഡ് യു മൈൻഡിന് ശേഷം ഡാഷ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ജെറണ്ട് ഉപയോഗിക്കണം. ജെറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ING ഫോമാണ്, ING ഫോം. ഓക്കെ, അപ്പോൾ ING ഫോം നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? ഈ ജെറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ഡാഷ് വന്നു കഴിഞ്ഞാൽ ജെറണ്ട് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ ഏതാണ് ആ ജെറണ്ട് ING ഫോം ഉള്ളത്? പോസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടി. വുഡ് യു മൈൻഡിന് ശേഷം ING ഫോം വരണം, ജെറണ്ട് വരണം. അപ്പോൾ പോസ്റ്റിംഗ്. വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദിസ് ലെറ്റർ, വുഡ് യു മൈൻഡ് കോളിംഗ്, വുഡ് യു മൈൻഡ് ഗിവിംഗ്. അപ്പോൾ ING ആണ് നമുക്ക് അവിടെ വരേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ വുഡ് യു മൈൻഡിന് ശേഷം ജെറണ്ട് വരണം, ING ഫോം വരണം എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ടിപ്പ്, മാർക്കോണി ഇൻവെന്റഡ് ഡാഷ് റേഡിയോ. മാർക്കോണി ഇൻവെന്റഡ് ഡാഷ് റേഡിയോ എന്താ വരിക? ഇവിടെ മാർക്കോണി ഇൻവെന്റഡ് ദ റേഡിയോ ആണ് വരിക. ദ റേഡിയോ കേട്ടോ, ഓപ്ഷൻ സി ആണ്. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ ദ വന്നത്? ഇവിടെ ഒരു ശാസ്ത്രീയ കണ്ടുപിടുത്തമാണ് അല്ലേ, ശാസ്ത്രീയമായ കണ്ടുപിടുത്തമാണ്. അപ്പം ഇങ്ങനെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്ക് മുൻപ് നമ്മൾ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ ഏതാണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ആണ് ഉപയോഗിക്കേണ്ടത്. എങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് മുമ്പ്? ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്ക് മുൻപ്. അപ്പോൾ ഇവിടെ മാർക്കോണി ഇൻവെന്റഡ് ദ റേഡിയോ. അതുപോലെ ചാൾസ് ബാബേജ് ഇൻവെന്റഡ് ദ കമ്പ്യൂട്ടർ എന്ന് പറയും. ചാൾസ് ബാബേജ് ഇൻവെന്റഡ് ദ കമ്പ്യൂട്ടർ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഏത് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്ക് മുൻപിലാണെങ്കിലും നമ്മൾ എന്ത് ചേർക്കണം? ദ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ചേർക്കേണ്ടത് എന്നത് അടുത്തൊരു ടിപ്പായിട്ട് എഴുതി വയ്ക്കാം. നെക്സ്റ്റ്, ഐ പ്രിഫർ ടീ ഡാഷ് കോഫി. ഐ പ്രിഫർ ടീ ഡാഷ് കോഫി. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ഓപ്ഷൻ എ ആണ്, 2 ആണ് ആൻസർ വരിക. 2, ഐ പ്രിഫർ ടീ ടു കോഫി എന്നാണ് വരിക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ 2 വന്നത്? പ്രിഫറിന് ശേഷം ഓൾവേസ് എന്ത് മാത്രമേ വരുള്ളൂ? പ്രിഫറിന് ശേഷം 2 മാത്രമേ വരത്തുള്ളൂ. പ്രിഫർ ടു എന്നാണ് എപ്പോഴും വരിക. പ്രിഫറിന് ശേഷം എന്ത് വരണം? 2 വരണം. അത് എഴുതി വയ്ക്കുക, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ എഴുതി വെച്ചേക്കുക, പഠിച്ചേക്കുക കേട്ടോ. പ്രിഫറിന് ശേഷം എപ്പോഴും എന്ത് മാത്രമേ വരത്തുള്ളൂ? 2 മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രിഫർ എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ 2 ആയിട്ട് നമ്മൾ എടുത്തത്. ഓക്കെ, ഇനി ഐ പ്രിഫർ ഡൂയിങ് തിങ്സ് ടു ഡാഷ് ടെലിവിഷൻ എന്നാണെങ്കിൽ ഇവിടെ എന്താണ് പ്രത്യേകത? ഐ പ്രിഫറിന് ശേഷം ഇവിടെ ഡൂയിങ് ING ഫോം വന്നിട്ടുണ്ട് അല്ലേ. പ്രിഫറിന് ശേഷം ING ഫോം വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരണം?
ടു കഴിഞ്ഞും ING വരണം. അത് ഓർത്തിരിക്കുക കേട്ടോ. പ്രിഫർ ആണ് അല്ലേ. അപ്പോൾ പ്രിഫറിന് ശേഷം ING വന്നിട്ടുണ്ടെങ്കിൽ ടൂവിന് ശേഷവും എന്ത് വരണം? ING വരണം. ഇതൊരു റൂളാണ്, അത് എഴുതി വയ്ക്കുക. പ്രിഫറിന് ശേഷം ഇവിടെ പ്രിഫറിന് ശേഷം ടു ആണ് വരേണ്ടത്. ഇനി പ്രിഫറിന് ശേഷം ING ഉണ്ടെങ്കിൽ ടൂവിന് ശേഷം എന്ത് വരണം? ING ഫോം തന്നെ വരണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഐ പ്രിഫർ ഡൂയിങ് തിങ്സ് ടു വാച്ചിങ്. എന്തുകൊണ്ടാണ് ING വന്നത്? ഇവിടെ പ്രിഫറിന് ശേഷം ING വന്നിട്ടുണ്ട്. സോ നമ്മുടെ ടൂവിന് ശേഷം എന്ത് വരണം? ING വരണം. അപ്പോൾ ഈ റൂൾ അറിഞ്ഞാലല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു ടിപ്പായിട്ട് എഴുതി വെക്കാം. പ്രിഫറിന് ശേഷം ടു വരണം. പ്രിഫറിന് ശേഷം ING ഉണ്ടെങ്കിൽ ടു കഴിഞ്ഞിട്ടും ING വരണമെന്ന് ഓർത്തിരിക്കുക. അടുത്ത ടിപ്പ്, ഐ ആം ഫെമിലിയർ ഡാഷ് ദിസ് ലൊക്കാലിറ്റി. ഐ ആം ഫെമിലിയർ ഡാഷ് ദിസ് ലൊക്കാലിറ്റി. എന്താ വരിക ആൻസർ? വിത്ത് ആണ് വരിക. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഫെമിലിയറിൻ്റെ കൂടെ എപ്പോഴും വിത്താണ് വരത്തുള്ളൂ. ഫെമിലിയർ മാത്രമല്ല, അങ്ങനെ വിത്ത് വരുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്, എഴുതി വെക്കുക. ഫെമിലിയർ, പ്ലീസ്ഡ്, അതുപോലെ ഡിസ്പ്ലീസ്ഡ്, നെക്സ്റ്റ് ഇൻഫെസ്റ്റഡ്, ടീംഡ്, പോപ്പുലർ. ഇതിനോടൊപ്പം എല്ലാം എന്തേ വരത്തുള്ളൂ? വിത്താണ് വരുള്ളൂ. ഫെമിലിയർ വിത്ത്, പ്ലീസ്ഡ് വിത്ത്, ഡിസ്പ്ലീസ്ഡ് വിത്ത്, ഇൻഫെസ്റ്റഡ് വിത്ത്, ടീംഡ് വിത്ത്, പോപ്പുലർ വിത്ത്. ഓക്കെ, അപ്പോൾ ഇതിനോടൊപ്പം എല്ലാം വിത്ത് മാത്രമേ വരത്തുള്ളൂ എന്നത് ഓർത്തിരിക്കാം. ഇനി ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. ഫെമിലിയറിൻ്റെ കൂടെയും അതുപോലെ പ്ലീസ്ഡിൻ്റെ കൂടെയെല്ലാം ചില സമയത്ത് ടു വരും. അത് എപ്പോഴാണ് ടു വരിക എന്നറിയോ? അതായത് ഈ വെർബ് വരുന്ന സമയത്ത് ഇതിൻ്റെ ഈ പ്ലീസ്ഡ് കഴിഞ്ഞിട്ട്, ഇപ്പോൾ പ്ലീസ്ഡ് എന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡാഷ് ഇട്ടിട്ട് ഇവിടെ ഗോ എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ V1 ഫോം വന്നു അല്ലേ? വെർബിൻ്റെ V1 ഫോം വന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലീസ്ഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫെമിലിയർ കഴിഞ്ഞിട്ട് V1 ഫോം വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചേർക്കണം? ടു വരണം. അത് ഇൻഫിനിറ്റീവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇപ്പോൾ ഫെമിലിയർ വിത്ത്, പ്ലീസ്ഡ് വിത്ത് ആണ് വരിക. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു V1 ഫോം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പ്ലീസ്ഡ് കഴിഞ്ഞിട്ട് ഗോ എന്ന് പറയുന്ന ഒരു V1 ഫോം ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ എന്തേ വരത്തുള്ളൂ? അപ്പോൾ വിത്ത് വരില്ല, ടു ആണ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത്, വിവേക് ഈസ് ദ ഡാഷ് ബോയ് ഇൻ ഹിസ് ക്ലാസ്. വിവേക് ഈസ് ദ ഡാഷ് ബോയ് ഇൻ ഹിസ് ക്ലാസ്. ഏതാണ് വരിക ഇവിടെ ആൻസർ ആയിട്ട്? ടോളസ്റ്റ് ആണ് വരിക, ടോളസ്റ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ടോളസ്റ്റ് വന്നത്? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ വിവേക് എന്ന് പറയുന്നത് ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ഹിസ് ക്ലാസ്. ക്ലാസ്സിനെ വെച്ചിട്ടാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് വരേണ്ടത്. ഇനിയിപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഒന്നും പഠിച്ചിട്ടില്ല, അതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എളുപ്പത്തിലുള്ള ഒരു അടുത്ത ടിപ്പ് പറഞ്ഞുതരാൻ പോവാണ്. ഇവിടെ ദാ ഉണ്ട് അല്ലേ? അപ്പോൾ ദാ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ആൻസർ എപ്പോഴും ST ഫോം ആയിരിക്കും. അതായത് ടോളസ്റ്റ്, അതുപോലെ റിച്ചസ്റ്റ്. ഓക്കെ, അങ്ങനെ ST ഫോം വരുന്നതായിരിക്കും ദാ കഴിഞ്ഞിട്ട് വരിക. ഇനി ഇവിടെ ടോളർ ഉണ്ട് അല്ലേ? ടോളറാണ് ആൻസർ എങ്കിലോ? ടോളറാണ് ആൻസർ എങ്കിൽ അതിനുശേഷം ദാൻ ഉണ്ടായിരിക്കും. ദാൻ ഉണ്ടെങ്കിൽ ടോളർ ER ഫോം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. ER ഫോം ടോളർ എന്ന് വന്നു കഴിഞ്ഞാൽ ദാൻ ഉണ്ടാവും അപ്പുറത്ത്. ദാ ആണെങ്കിൽ ടോളസ്റ്റ് ആണ്. ഇനി ടോൾ എന്നുണ്ട് അല്ലേ? ടോൾ എന്ന് മാത്രമാണെങ്കിലോ? അപ്പോൾ ഇവിടെ സോ അല്ലെങ്കിൽ ആസ്, ഇവിടെ ആസ് ഉണ്ടായിരിക്കും. സോ ആസ് അല്ലെങ്കിൽ ആസ് ആയിരിക്കും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ ടോൾ അതായത് നമ്മുടെ പോസിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ ആസും, ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിൽ ദ ടോളസ്റ്റ്, ദെൻ എന്താ കമ്പാരിറ്റീവ് ആണെങ്കിൽ ടോളർ ദാൻ ആണ് വരിക. ഓക്കെ, അപ്പോൾ ST ഫോം ദ എന്ന് പറയുന്നതിൻ്റെ കൂടെ ST ഫോമും, ദെൻ ER ഫോമിൻ്റെ കൂടെ ദാനും, പിന്നെ നമ്മുടെ പോസിറ്റീവ് ഡിഗ്രിയുടെ കൂടെ ആസും ആണ് വരിക കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? ഇപ്പോൾ ബിഗ്ഗർ ബിഗ്ഗസ്റ്റ്. അപ്പോൾ ബിഗ് ആകുമ്പോൾ ആസ് ബിഗ് ആസ് എന്ന് വരും. ബിഗ്ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ദ ബിഗ്ഗസ്റ്റ് എന്ന് വരും. പിന്നെ ബിഗ്ഗർ ആകുമ്പോൾ ബിഗ്ഗർ ദാൻ എന്ന് വരും. ഓക്കെ, ആ ഒരു രീതിക്കാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. ദ ആണെങ്കിൽ ST ഫോം, ER ആണെങ്കിൽ ദാൻ വരും. അല്ലാത്ത കേസാണെങ്കിൽ നമ്മുടെ ബേസ് ഫോം ആണെങ്കിൽ ആസ് ആണ് അപ്പുറത്തും ഇപ്പുറത്തും വരിക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത്. 10 ടിപ്സാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പഠിച്ചത്. അപ്പോൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്